ഹലോ, നമുക്കിതൊരു യാത്ര പോയാലോ? ഹൈക്കോട്ടിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള പോക്കാണ്. ഞങ്ങൾ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾക്ക് 300 രൂപ വെച്ചിട്ടാണ്. അങ്ങനെ ആ ഒരു കടലിൻ്റെയും കായലിൻ്റെയും സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ കൊച്ചി വാട്ടർ മെട്രോയിലാണ് പോയത്. തൊട്ടടുത്തുള്ള കപ്പലും വലിയ വലിയ ഷിപ്പും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെയുള്ളൊരു പോക്കാണ്. ദൂരെ നിന്ന് മാത്രം കണ്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ടടുത്ത് കാണുമ്പം അത് നമ്മുടെ കയ്യെത്തും ദൂരത്ത് കാണുമ്പോൾ അതൊരു പ്രത്യേക ഫീല് തന്നെയാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക്. ചീനവലയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത്. ഇതാണ് നമ്മുടെ ഫേവറേറ്റ് ഐറ്റം, ഉപ്പിലിട്ട സാധനങ്ങൾ. അടിപൊളിയായിരുന്നു. നെല്ലിക്ക ഉണ്ടായിരുന്നു, മാങ്ങ ഉണ്ടായിരുന്നു, പേരക്ക ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയിരുന്നപ്പോൾ കാണുന്നു ഒരു ക്രിയേറ്റിവിറ്റി. എന്നിലെ ക്രിയേറ്റിവിറ്റി ഉണർന്നു തോന്നുന്നു. ഒരു കൈയൊക്കെ വെച്ച് അന്തസ്സായിട്ടൊരു സെൽഫിയൊക്കെ ഒപ്പിച്ചു. ഷെല്ലിൻ്റെയും മുത്തിൻ്റെയൊക്കെ ഒരു ഡെക്കോർ ഐറ്റംസ് നമ്മൾ കണ്ടു. അങ്ങനെയാണ് നമ്മൾ തിരയെണ്ണിയിരുന്നത്. അപ്പോഴാണ് ഈ നിൽക്കുന്ന മുഖം എൻ്റെ കണ്ണിൽ പെടുന്നത്. ഒരു ഐസ്ക്രീം തിന്ന് തീർത്തിട്ട് വീണ്ടും ഐസ്ക്രീമിന് വേണ്ടി വാശി പിടിച്ച് മറ്റുള്ളവൻ്റെ നോക്കിക്കുന്നതാണ്. കോണിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ വീട്ടിൽ വെച്ചുണ്ടാക്കി ഇത്രയും പറ്റത്തില്ല. ഇതാണ് അടുത്ത നൊക്ലാച്ചി ഐറ്റം. നമ്മുടെ നാട്ടിൽ മദാമപ്പൊടി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഒന്നും കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഷെല്ലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചില്ല, പക്ഷെ നോക്കിയതേ ഉള്ളൂ. നോക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ തിരിച്ചു പോകാറപ്പോഴത്തേക്കും ഞാൻ വരുന്നില്ല, ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞപ്പോഴാണ് ഫുട്പാത്തിൽ ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള റെയിൻബോ ഞാൻ കണ്ടത്. അവിടെ നിന്നൊരു ഫോട്ടോയും സെറ്റാക്കിയപ്പോഴാണ് വാട്ടർ മെട്രോ ഇങ്ങ് എത്തിയത്. അപ്പോൾ അതിൽ കയറി വീട്ടിലേക്ക് പോയി. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്